രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ, അന്ത്യപ്രവാചകൻ മുത്ത് റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതവും മഹത്തരവുമാക്കപ്പെട്ട ഈ വേദിയിൽ അവിടുത്തെ ജന്മദിനാഘോഷത്തെക്കുറിച്ച് അല്പം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സർവശക്തൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, ലോകമാകെ തിരുനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന ആഹ്ലാദകരമായ സമയമാണല്ലോ ഇത്. കണ്ണും കാതും കൂർപ്പിച്ചു വെച്ച ആർക്കും കാണാനും കേൾക്കാനും കഴിയുന്നതാണ് ജന്മദിനാഘോഷത്തിൻ്റെ ആരവങ്ങൾ. മണ്ണും വിണ്ണും തോരണങ്ങൾ കൊണ്ട് അലങ്കരിതമാണ്. ഗഗനനീലിമയിൽ നക്ഷത്രങ്ങൾ വർണ്ണമഴ പൊഴിക്കുന്നത് കാണുന്നില്ലേ? എന്താണ് ഇതിൻ്റെയൊക്കെ കാരണം? മറ്റൊന്നുമല്ല, ഈ ലോക സൃഷ്ടിപ്പിന് കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനാഘോഷത്തിൻ്റെ ആഹ്ലാദം തന്നെയാണ്. ആ സ്നേഹപൂമേനിയോട് നെഞ്ചിനുള്ളിൽ അല്പമെങ്കിലും സ്നേഹമുള്ള ആരും ഈ മാസത്തിൽ ആഹ്ലാദിക്കാതിരിക്കില്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിറന്നത്. അതെ, മക്ക എന്ന മണൽ ഭൂമികയിലായിരുന്നു അവിടുത്തെ ജനനം. തിന്മകൾ കൊണ്ടും അസഹിഷ്ണുതകൾ കൊണ്ടും കലുഷിതമായിരുന്നു അക്കാലം. മനുഷ്യർ ജീവിത ലക്ഷ്യവും ജീവിത മൂല്യങ്ങളും മറന്നുകൊണ്ട് ജീവിച്ചു. അവരെ ജീവിതത്തിൻ്റെ അർത്ഥം പഠിപ്പിക്കുകയായിരുന്നു തിരുത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. സത്യം കണ്ടറിഞ്ഞ് ആയിരങ്ങൾ വിശുദ്ധ മതത്തിൻ്റെ വാഹകരായി മാറി. നന്മയും തിന്മയും അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തു. നന്മയും തിന്മയും വേർതിരിച്ചു കാണുവാൻ സാധിക്കാത്ത അക്കാലത്ത് നബിതങ്ങൾ നന്മയും തിന്മയും വേർതിരിച്ചു പഠിപ്പിച്ചു കൊടുത്തു. അവിടുന്ന് പഠിപ്പിക്കാൻ ബാക്കിയൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മനുഷ്യജീവിതത്തിൻ്റെ നിഖില മേഖലകളും ആ ജീവിതത്തിലൂടെ സമൂഹം മനസ്സിലാക്കി. അങ്ങനെയുള്ള ആ പൂമേനിയെ തൻ്റെ അനുയായികൾക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കില്ല. നബിയെ നേരിൽ കണ്ട സ്വഹാബികളും അവരെ കണ്ടവരുമെല്ലാം അവിടുത്തെ പാത പിന്തുടർന്നു പോന്നു. പരുത്തി പറയാൻ സമയം അനുവദിക്കുന്നില്ലെങ്കിലും ആ മുത്ത് റസൂലിൻ്റെ മധുഹുകളിൽ നിന്ന് അല്പം നിങ്ങളുമായി പങ്കുവെക്കാൻ സാധിച്ചതിൽ സർവശക്തനെ ഞാൻ സ്തുതിക്കട്ടെ. അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പാതകൾ പിൻപറ്റി ജീവിക്കാനും അവിടുത്തെ പേരിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലാനും അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.